നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. നികുതി വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. വിൽപ്പന നികുതിയിൽ 9%, ബെവ്കോ വരുമാനത്തിൽ 27.3%, ലോട്ടറി വരുമാനത്തിൽ 5% ഇടിവുണ്ടായി. ചെറുകിട നിർമ്മാണ മേഖലയും വൻ പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഡിസംബർ മാസത്തേക്കാൾ ഗുരുതരമായിരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. 2008 സമാനമായ സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പീപ്പിളിനോട് പറഞ്ഞു. മാസത്തേക്കാൾ ഗുരുതരമായിരിക്കും ഇപ്പോൾ ഈ മാസം ഉണ്ടാവാൻ പോകുന്ന ശമ്പള വിതരണത്തിന്റെ സമയത്തുണ്ടാവുന്ന കറൻസി ക്ഷാമം എന്നാണ് സൂചനകൾ. ഈ 2008 മാന്ദ്യം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മാന്ദ്യമാണ് രാജ്യത്തെ തുറച്ചു നോക്കുന്നതെന്ന് പരസ്യമായി സമ്മതിച്ച് അന്ന് എടുത്തതുപോലെ സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനായിട്ട് വായ്പ ഉദാരമാക്കുന്നതിന് വേണ്ടി, കട ആശ്വാസം നൽകുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി ഇറക്കണം. നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 5-ന് ദേശീയപാതയോരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5-ന് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശം ലക്ഷക്കണക്കിന് പ്രവർത്തകർ പരസ്പരം കൈകൾ കോർത്ത് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവും. തിരുവനന്തപുരം രാജ്ഭവനിൽ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യകണ്ണിയാവും. LDFുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തിയത്. 4:30 മനുഷ്യച്ചങ്ങലയുടെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. 5 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലും. സമരത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ ദേശീയപാതയോരത്ത് ചേരും. വാഹന ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിലാവും സമരം സംഘടിപ്പിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, വിവിധ LDF നേതാക്കൾ എന്നിവർ രാജ്ഭവന് മുന്നിൽ കണ്ണികളാവും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ചരിത്ര വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് നിരോധനത്തോട് വിയോജിച്ച MT വാസുദേവൻ നായരെ അധിക്ഷേപിക്കുന്നതിലൂടെ BJP RSS ശക്തികൾ ഫാസിസ്റ്റ് മുഖം തുറന്നുകാട്ടുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നോട്ട് അസാധുവാക്കലിൽ തെളിയുന്നത് മോദിയുടെ അരാജകത്വ ഭരണമാണ്. സാമാന്യബുദ്ധിയും ദേശക്കൂറുമുള്ള ആരും അതിനോട് വിയോജിക്കും. ജ്ഞാനപീഠ ജേതാവായ MT അത് ചെയ്തത് മഹാ അപരാധമായി എന്ന വിധത്തിൽ സംഘപരിവാർ നടത്തുന്ന പ്രതികരണവും MTയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും പ്രാകൃത നടപടിയാണെന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷത്തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഡിസംബർ 31 വൈകിട്ട് 7:30-ക്കാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. നോട്ട് അസാധുവാക്കൽ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസംഗം രാജ്യം ഉറ്റുനോക്കുന്നത്. ജയലളിതയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് മദ്രാസ് ഹൈക്കോടതി. ചികിത്സയിലിരിക്കെ എന്തുകൊണ്ട് ജയലളിതയുടെ ആരോഗ്യനില രഹസ്യമാക്കി വെച്ചുവെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. അതിനിടെ AIADMKയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ശശികല നടരാജനെ തെരഞ്ഞെടുത്തു. ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. അതേസമയം ശശികലയെ ജനറൽ സെക്രട്ടറിയാക്കിയതിനെതിരെ വിമത MP ശശികല പുഷ്പ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. വരുമാനത്തിന്റെ 50% വിഹിതം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ. സമരം ഒത്തുതീരാത്തതിന് പിന്നിൽ നിർമ്മാതാവ് സുരേഷിന്റെ സ്വാർത്ഥ താല്പര്യമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. പ്രസിഡന്റ് സുരേഷ് അവരെ മെമ്പർമാരെ വഞ്ചിക്കാന്നല്ല. കാരണം അറിയോ, ഈ സമരം തീരുകയാണെങ്കിൽ ഭൈരവ നല്ല വിജയപടത്തിന് 70 തിയേറ്റർ കിട്ടും. എൻ്റെ കറക്റ്റായിട്ട് കണക്കായത് കേരളത്തിൽ 70 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും. സമരം ഇല്ല നീണ്ടുപോയാൽ ആ പടം 225 സ്റ്റേഷനിൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഗുണം മകൾക്കുണ്ടാവുമല്ലോ. കാരണം മകൾ അഭിനയിച്ച പടം കേരളത്തിൽ 225 തിയേറ്ററിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ പേരാണ്. ആ കുട്ടിക്കും കിട്ടുന്ന പേരാണ്. അത് എന്തായാലും സുരേഷ് കുമാറിൻ്റെ മോളാണെങ്കിൽ എൻ്റെ മോളാണ് തന്നെയാണ്. അതായാലും ഞാനായാലും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അജണ്ട ഉണ്ടോ എന്നല്ല ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് തോന്നി. ഇങ്ങനെ അന്യഭാഷാ ചിത്രം വരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനായി രാഷ്ട്രപതി പ്രണബ് മുഖർജി തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ P സദാശിവം മുഖ്യാതിഥിയാകും. ചരിത്ര കോൺഗ്രസ് നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് നൽകി നിർവഹിക്കും. ജമ്മു കശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 2 സൈനികർക്ക് പരിക്കേറ്റു. ഷാകുൻ ഹജിൻ ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായത്.
മേഖലയിൽ ഭീകരർക്കായി സുരക്ഷാസേന തിരച്ചിൽ നടത്തുകയാണ്. രൂക്ഷമായ ജലക്ഷാമത്തെ തുടർന്ന് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ സ്വച്ഛ് ഭാരത് പദ്ധതി താളം തെറ്റുന്നു. വീടുകളിൽ കക്കൂസുകൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതിനെ തുടർന്ന് പലരും വെളിംപ്രദേശങ്ങളിലാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. പുത്തൂരിലെ കുളപ്പടി ഊരിലെ പല കക്കൂസുകളും ഇപ്പോൾ ആട്ടിൻകൂടുകളാണ്. കൊടുംചൂടിൽ അട്ടപ്പാടി ആദിവാസി മേഖല ചുട്ടുപൊള്ളുകയാണ്. വേനൽക്കാലം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നീരൊഴുക്കുകളിലെ മിക്കതും വറ്റിവരണ്ടിരിക്കുന്നു. പുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുള ആദിവാസി വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന കുളപ്പടി ഊരിലെത്തിയാൽ വരൾച്ചയുടെ തീഷ്ണത നേരിൽ കാണാം. ഇവിടുത്തെ 114 വീടുകളിലും കക്കൂസുകളുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതി ഇവിടെ സമ്പൂർണ്ണ വിജയമാണെങ്കിലും കക്കൂസുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, അതിനുള്ള ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമില്ല. കാടുകളിലാണ് പോകുന്നത് എല്ലാവരും. ഈ പ്രദേശത്ത് എല്ലാവരും അങ്ങനെയാണ്. ഗ്രാമത്തിൽ നിന്ന് ഏറെ അകലെ ഇതുപോലുള്ള ചില ജലസ്രോതസ്സുകളുണ്ട്. ഗ്രാമീണരും വന്യജീവികളുമെല്ലാം കുടിക്കുന്നത് ഈ മലിനജലമാണ്. ഒട്ടും വെള്ളമല്ല, അതുകൊണ്ട് നമ്മളാകെ ഒരു 3-4 കിലോമീറ്ററിന് ഇപ്പുറത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. മഴ കനിഞ്ഞില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിക്കായിരിക്കും വരുന്ന വേനലിൽ ഈ മലയോരം സാക്ഷ്യം വഹിക്കുക. ഊരുകൾ പകർച്ചവ്യാധികളുടെ പിടിയിലമർന്നേക്കും. ഈ ഗ്രാമീണരെ ശുചിത്വത്തെക്കുറിച്ച് ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കക്കൂസുകളുണ്ട്. എന്നാൽ ഒരു വീട്ടിലും ഇപ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് വെള്ളം തരൂ, എന്നിട്ടാവാം സ്വച്ഛ് ഭാരതത്തെക്കുറിച്ചുള്ള സംസാരം. ഇതാണ് ഈ ഗ്രാമം പറയുന്നത്. പുതൂർ കുളപ്പടി ഇരുള കോളനിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് സർക്കാർ ഇടപെടും. നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിൽ ഇടപെടലുണ്ടാവുന്നത്. നവീകരണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 31-നകം പൂർത്തീകരിക്കേണ്ട നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്കുണ്ടായ മഴയിൽ തടസ്സപ്പെട്ടിരുന്നു. റൺവേയിലെ മേൽപ്പാളിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ജോലികളും റൺവേക്ക് ചുറ്റും മണ്ണിടുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കി ജനുവരി മധ്യത്തോടെ റൺവേ എയർപോർട്ട് അധികൃതർക്ക് കൈമാറും. അളവും കൃത്യതയും എയർപോർട്ട് അതോറിറ്റി ഉറപ്പുവരുത്തിയാൽ വിമാനങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.